സ്ഥലമാണ്. അതിനാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില മുൻകരുതലുകൾ എടുത്താൽ ഈ അപകടങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അന്തരീക്ഷ താപനില വളരെ കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് പൊങ്കാലയ്ക്ക് എത്തുന്നത് കഴിവതും ഒഴിവാക്കുക. കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ഭക്ഷണവും കുടിവെള്ളവും പ്ലാസ്റ്റിക് വസ്തുക്കളിൽ വിതരണം ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർ സ്റ്റീൽ പ്ലേറ്റും കപ്പും കയ്യിൽ കരുതണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പി, തുണി എന്നിവ കൊണ്ട് തല മറയ്ക്കണം. ശുദ്ധജലമോ തിളപ്പിച്ചാറ്റിയ വെള്ളമോ മാത്രം കുടിക്കുക. തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഉത്തമമാണ്. പൊള്ളലേറ്റാൽ ആ ഭാഗം വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുക. പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ച് അടുപ്പിലെ തീ കെടുത്തുക. മാലിന്യങ്ങൾ നിർദ്ദിഷ്ടമായ സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ കഴിക്കണം. കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതുക. കുട്ടികളെ പൊങ്കാലയിൽ പങ്കെടുപ്പിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യ സന്ദർഭങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരുന്നവർ അടുപ്പിന് സമീപത്ത് അവർ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിവേദ്യം കഴിയാതെ പൊങ്കാല അടുപ്പിൽ നിന്ന് നീക്കരുത്. എല്ലാ ഭാഗത്തേക്കും സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ നിവേദ്യം കഴിഞ്ഞ ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും തിക്കിത്തിരക്കരുത്. വൈദ്യുതി പോസ്റ്റിന് താഴെയും പെട്രോൾ പമ്പുകളുടെ പരിസരത്തും പൊങ്കാല ഇടുന്നത് കർശനമായി ഒഴിവാക്കുക. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ദേവനന്ദയാണ്. നമ്മൾ ദേവനന്ദ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ വലിയൊരു സിംഗറാണ്, കലാതിലകമാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ദേവിയുടെ സർവമംഗളമാനിലെ ശ്ലോകം, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആരംഭിക്കുന്നതായിരിക്കും. ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ